പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രകൃതി മനോഹരമായ ബൈസരൻ വാലിയിലുണ്ടായ ഭീകരാക്രമണത്തെ സംബന്ധിച്ചാണ്. ഒരവധികാലത്തെ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ, അനുഭവങ്ങൾ തേടിയാണ് നമ്മുടെ രാജ്യത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ബൈസരൻ വാലിയിലെത്തുന്നത്. എന്നാൽ ഏപ്രിൽ 22-ാം തീയതി അപ്രതീക്ഷിതമായി അവിടെ നുഴഞ്ഞു കയറിയ ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകരർ എങ്ങനെ ബൈസരൻ താഴ്വര പോലുള്ള ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് കടന്നു എന്നത് വളരെ ഗൗരവമായി നാം എല്ലാം പരിശോധിക്കേണ്ടതാണ്. ആ താഴ്വരയിൽ വിനോദസഞ്ചാരികളായി എത്തിയ 28ഓളം മനുഷ്യരെയാണ് വെടിയുതിർത്ത് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത്. ജമ്മു കാശ്മീർ നമുക്കെല്ലാവർക്കും അറിയാം, എന്നും ഭീകരാക്രമണങ്ങളുടെ സ്ഫോടന പരമ്പരകളുടെ ഒരു ഭൂപ്രദേശമാണ്. കാശ്മീരിൽ ഒരിക്കലും സംഘർഷം അവസാനിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് BJP സർക്കാർ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞത്, അതിനെ തുടർന്ന് അവിടുത്തെ ജനവിഭാഗങ്ങൾക്കുണ്ടായിരിക്കുന്ന അന്യവൽക്കരണവും അരക്ഷിത്വവും ഒക്കെ വളരെ സീരിയസ് ആണ്. BJP നേതാക്കളും ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി അവിടെ എന്താണ് സമാധാനം വന്നു, ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്നാണ്. പക്ഷേ ഭീകരവാദ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സമാധാനത്തിൻ്റെ പുനഃസ്ഥാപനവും അവിടെ നടന്നിട്ടില്ല. അവിടെ എല്ലാ മേഖലകളിലേക്കും സ്വകാര്യ മൂലധനം വലിയ രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസമൊക്കെ വലിയ രീതിയിൽ അവിടെ വികസിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ ഈ അനുഗ്രഹീതമായ ഭൂപ്രദേശം, ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഭൂഭാഗം കാണാനായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. ഏപ്രിൽ 22-ൻ്റെ സംഭവങ്ങളെ, നിഷ്ഠൂരമായ കൂട്ടക്കൊലയെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്നത് ദേശാഭിമാനികളായ ഓരോ കാശ്മീരിയുടെയും അഭിലാഷമായിരുന്നു. 1947 അധികാര കൈമാറ്റം നടന്നപ്പോൾ കാശ്മീർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാവില്ലെന്നും കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുമെന്നും പ്രഖ്യാപിച്ചത് ദോഗ്ര വംശജനായ അന്നത്തെ രാജാവ് ഹരിസിംഹനാണ്. ഹരിസിംഹ രാജാവിൻ്റെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് കാശ്മീർ നിലനിൽക്കണമെന്ന നിലപാടിനോട് ഇന്ത്യയിൽ ആകെ യോജിച്ചു നിന്നത് RSSകാർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയുള്ള നിലപാടിനോട് ആഭിമുഖ്യം കാണിക്കുക മാത്രമല്ല, RSS പ്രജാപരിഷത്ത് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഹരിസിംഹ രാജാവിനൊപ്പം ഇന്ത്യ യൂണിയനിൽ ചേരാതെ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്ന മുദ്രാവാക്യമുയർത്തി. പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റഗ്രേഷൻ ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ കാശ്മീരിലുണ്ടായപ്പോൾ അതിനെ അതിനീചമായ രീതിയിൽ പ്രതിരോധിക്കാൻ ഹരിസിംഹ രാജാവിൻ്റെ ഒപ്പം നിന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് RSS. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ക്യാമ്പുകൾ വരെ അന്ന് ഹരിസിംഹ രാജാവിൻ്റെ ചോറ്റുപട്ടാളം ആക്രമിച്ചപ്പോൾ അതിനോടൊപ്പമായിരുന്നു RSS. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊളോണിയൽ കാലഘട്ടം മുതൽ കാശ്മീരിൽ ബ്രിട്ടനും സാമ്രാജ്യത്വ ശക്തികളും നടത്തുന്ന നാനാവിധമായ ഇടപെടലുകളെ അതിശക്തമായി പ്രതിരോധിച്ചത് കാശ്മീരിലെ ദേശാഭിമാനികളാണ്. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊളോണിയൽ മേധാവികളുടെയും ക്രൂരമായ ഭരണം നിലനിന്നിരുന്ന സാധാരണ ജനങ്ങൾ വലിയ രീതിയിൽ അപമതിക്കപ്പെട്ടിരുന്ന കാശ്മീരി ജനതയുടെ ആത്മാഭിമാനം ഉയർത്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൂറയുയർത്തുന്ന മുൻകൈയെടുത്തത് ഷെയ്ഖ് അബ്ദുള്ളയും അദ്ദേഹം രൂപം കൊടുത്ത നാഷണൽ കോൺഫറൻസ് പാർട്ടിയാണ്.
1937 മുതൽ ഷെയ്ഖത്തുള്ള നാഷണൽ കോൺഫറൻസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വഴി കാശ്മീർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. ഹരിസിംഹ രാജാവും RSS നേതൃത്വം നൽകുന്ന പ്രജാപരിഷത്തുമൊക്കെ കാശ്മീർ ഇന്ത്യയുടെ കൂടെ ചേരാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് കാശ്മീർ, ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഷെയ്ഖ് അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസുമാണ്. അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങളാണ് അവിടുത്തെ രാജഭരണത്തെയും നാടുവാഴി പ്രഭുക്കളെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കുന്നതിന് സഹായകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. കാശ്മീരിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 അധികാര കൈമാറ്റം നടന്ന് കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമോ അല്ല കാശ്മീർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കണമോ അല്ല കാശ്മീർ സ്വതന്ത്ര രാജ്യമായി നിൽക്കണമോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് പഷ്തൂൺ ഗോത്ര മിലിറ്റന്റുകളെ നയിച്ചുകൊണ്ട് അമേരിക്കൻ കേണലായ മിസ്റ്റർ റസൽ ഹൈറ്റ് കാശ്മീർ മേഖലകളിലേക്ക് കയ്യേറ്റം നടത്തുന്നത്. അങ്ങനെ അന്ന് ഗോത്ര മിലിറ്റന്റുകളെ ഉപയോഗിച്ച് അമേരിക്കൻ കേണലായ മിസ്റ്റർ റസൽ ഹൈറ്റിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ കൈയടക്കിയ ഭൂപ്രദേശമാണ് ഇന്നത്തെ POK, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നത്. അത്തരം നിലപാടുകളോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചാണ് കാശ്മീരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതികരിക്കുന്ന നാഷണൽ കോൺഫറൻസും അതിൻ്റെ നേതാവായ ഷെയ്ഖ് അബ്ദുള്ളയും ദോഗ്ര രാജാവിൻ്റെ വിഘടനവാദപരമായ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ കാശ്മീർ നിലനിൽക്കണമെന്ന വാദത്തെ തോൽപ്പിച്ചത്. അങ്ങനെയാണ് നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ഈ ഇൻ്റഗ്രേഷൻ ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സിൻ്റെ ആ പ്രക്രിയയിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ VP മേനോൻ്റെയൊക്കെ നേതൃത്വത്തിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. കാശ്മീരിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അതിൻ്റെ പദവിയുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ 370-ാം വകുപ്പ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നൊരു വ്യവസ്ഥ ഉണ്ടായത്. ആരംഭകാലം മുതൽ ഹിന്ദുത്വവാദികൾ RSSകാർ കാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവിക്ക് 370-ാം വകുപ്പിന് എതിരായിരുന്നു. കാശ്മീരിനോട് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ കാണിച്ച അവഗണന, കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, വികസന കാര്യത്തിലെ പിന്നോക്കാവസ്ഥ, ഇതെല്ലാം വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ. ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവസരവാദപരമായ രാഷ്ട്രീയ കളികളെ കൂടി അതിൽ മനംനൊന്നുകൊള്ളുകയാണ്. അവിടുത്തെ ജനങ്ങളിലെ അതൃപ്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1980-കളാകുമ്പോഴേക്കും അവിടെ പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ഭീകരവാദ സംഘങ്ങൾക്ക് ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള സംഘങ്ങൾക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത്. ആ സംഘങ്ങൾ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കുക, വിഘടിപ്പിക്കുക എന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെയും അജണ്ടയിലാണ് പ്രവർത്തിച്ചത്. ആഗോളതലത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വൻശക്തി മേധാവിത്വമായ നിലപാട് സ്വീകരിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ സോഷ്യലിസ്റ്റ് ചേരിയോടൊപ്പം നിന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഏഷ്യ പസഫിക്കിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തി ഇന്ത്യക്കെതിരായി സോവിയറ്റ് ചേരിയോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഇന്ത്യക്കെതിരായി നിരന്തരമായി അസ്ഥിരീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കാശ്മീരിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിന് പിറകിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഈ ലഷ്കർ-ഇ-തൊയ്ബ ഉൾപ്പെടെയുള്ള ജെയ്ഷെ-മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള ടെററിസ്റ്റ് സംഘടനകളെ ആരാണ് രൂപപ്പെടുത്തിയത്? ആരാണ് അതിന് ജന്മം നൽകിയത്? പാകിസ്ഥാനിലെ മദ്രസകളാണ്. 1979 ഡോക്ടർ നജീബുള്ളയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനാണ് അമേരിക്കൻ CIA-യുടെയും സൈനിക സ്കൂളിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ റിക്രൂട്ട് ചെയ്തു കൊണ്ടുവന്ന ചെറുപ്പക്കാരെ ഭീകരവാദികളായി മാറ്റുന്ന വിദ്യാഭ്യാസം, അതിനുള്ള മദ്രസകൾ പാകിസ്ഥാൻ ആരംഭിച്ചത്.
സിയയും ISIയും അതേപോലെ തന്നെ അന്നത്തെ പാകിസ്ഥാന്റെ സൈനിക ജനറലായിരുന്ന അക്ബർ അലിയും പാകിസ്ഥാൻ ഭരണമേധാവിയായിരുന്ന സിയാഹുൽ ഹക്കുമൊക്കെ ചേർന്നുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാനിൽ ഇഷ്ടം പോലെ മദ്രസകൾ ഉണ്ടാക്കിയത്. അവിടെ ആ മദ്രസകളിലെ മതപഠനമല്ല നടന്നത്, അവിടെ ഇസ്ലാമിൻ്റെ ജീവിതസരണി പഠിപ്പിക്കുകയല്ല ചെയ്തത്. മറിച്ച് അഫ്ഗാൻ മലകളിൽ ഹിന്ദുക്കുഷ് ഉൾപ്പെടെയുള്ള അഫ്ഗാൻ മലനിരകളിൽ ചെന്ന് സോവിയറ്റ് പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ, ഡോക്ടർ നജീബുള്ളയെ അട്ടിമറിക്കാൻ അതിനുള്ള ഒരു മിലിറ്ററി ഉണ്ടാക്കുകയും ചെയ്തത്. പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല, പ്രത്യേകിച്ച് അഫ്ഗാൻ തൊട്ടുകിടക്കുന്ന പഷ്തൂൺ മേഖല, ഇവിടെയൊക്കെ ആരംഭിച്ച മദ്രസകളുടെ മറവിലുള്ള സൈനിക സ്കൂളുകൾ ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളായിരുന്നു. 1979 മുതൽ മുജാഹിദീൻ മിലിറ്ററി പരിശീലിപ്പിക്കപ്പെട്ട ഭീകരവാദികൾ അഫ്ഗാനിലെ നജീബുള്ള ഗവൺമെൻറ്റായിട്ട് യുദ്ധം ചെയ്തു. സോവിയറ്റ് സേനയുടെ പിന്മാറ്റം, ഡോക്ടർ നജീബുള്ള ഗവൺമെൻറ് പതനം, ഇതിനുശേഷം തങ്ങളുടെ അഫ്ഗാൻ ദൗത്യം അവസാനിച്ചതിന് ശേഷം ഈ മുജാഹിദീൻ മിലിറ്ററിയിലെ ഭീകരവാദികൾ വലിയൊരു വിഭാഗം കാശ്മീർ അതിർത്തിയിലേക്ക് വന്നു, അവിടെ തമ്പടിച്ചു. അവരാണ് 1990-കളിൽ അസ്രത് ബാൽ പള്ളിയിൽ കയ്യേറ്റം നടത്തിയത്. എന്താ ഭീകരവാദികൾ പറഞ്ഞത്? അസ്രത് ബാൽ പള്ളിക്കകത്ത് പ്രവാചകനായ നബിയുടെ തിരുമുടിയുണ്ട്, തിരുമുടി സൂക്ഷിച്ചിട്ടുണ്ട്, അത് സുരക്ഷിതമായിരിക്കാൻ ഇന്ത്യയിലും കാശ്മീരിലും സാധ്യമല്ല, അതുകൊണ്ട് അത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രീനഗറിലെ അസ്രത് ബാൽ പള്ളി പിടിച്ചെടുത്തത് എന്നാണ്. ആ കാലത്ത് അസ്രത് ബാൽ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഫ്ഗാൻ ദൗത്യം അവസാനിപ്പിച്ച് കാശ്മീർ അതിർത്തി മേഖലകളിലേക്ക് കുടിയേറിയിരിക്കുന്ന വിവിധ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെക്കുറിച്ച് പഠിക്കാൻ അസ്കർ അലി എഞ്ചിനീയർ നടത്തിയ ശ്രമം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹിന്ദു പത്രത്തിൽ പരമ്പരയായി എഴുതിയത്, അതെല്ലാം തന്നെ എന്താണ്, അഫ്ഗാൻ ദൗത്യത്തിന് ശേഷമുള്ള ഈ തീവ്രവാദികൾ, മിലിറ്റൻറ്റുകൾ, അവരാണ് കാശ്മീരിക, അവരാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ ആയിട്ട് പല പേരുകളിൽ ഈ മേഖലയിൽ സജീവമായത്. അപ്പം ടെററിസത്തിൻ്റെ അടിസ്ഥാനം സാമ്രാജ്യത്വമാണ്. അവരുടെ ദേശീയ വിമോചന ശക്തികൾക്ക്, സ്വതന്ത്ര പരമാധികാര ഗവൺമെൻറ്റുകൾക്ക്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒക്കെ എതിരായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ സൈനിക അജണ്ടയിലാണ് എല്ലാവിധത്തിലുള്ള തീവ്രവാദം, ഭീകരവാദം രൂപപ്പെട്ടു വരുന്നത്. ഭീകരവാദത്തെ ഒരു പ്രത്യേക മതവുമായി സമീകരിച്ച് കാണുന്നത് അമേരിക്കയുടെ ഇസ്ലാമോഫോബിക് കാഴ്ചപ്പാടാണ്. ഭീകരവാദം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്, സാമ്രാജ്യത്വത്തിൻ്റെ വിധ്വംസകമായ ഒരു രാഷ്ട്രീയമാണ് ഭീകരവാദം. ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതത്തെയും മതത്തിൻ്റെ ആശയങ്ങളെയും തീവ്രവാദപരമായി വ്യാഖ്യാനിച്ച് സാമ്രാജ്യത്വ മൂലധന ശക്തികളാണ് ഭീകരവാദത്തെ ഉണ്ടാക്കുന്നത്. അതിന് മതത്തിൻ്റെ ആവിർഭാവകാല ദർശനങ്ങളോ അതിൻ്റെ മാനവികമായ കാഴ്ചപ്പാടുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതത്തിൻ്റെ ആശയങ്ങളെ അതിതീവ്രമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ്, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഭീകരവാദ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഭീകരവാദത്തെ ഏതെങ്കിലും മതവുമായി സമീകരിച്ച് വിശദീകരിക്കുന്നത് സമൂഹത്തിൽ അപരമതവിരോധം വളർത്താനും വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കാനാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാശ്മീരിലെ നിഷ്ഠൂരമായ ഈ ബൈസരൻ വാലിയിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവിടെ അകപ്പെട്ടുപോയ മനുഷ്യരെ കാത്തത്, അവരെ സംരക്ഷിച്ചത് കാശ്മീരിലെ ധീരന്മാരായ യുവാക്കളാണ്. അവർ പലരും മുസ്ലിം മതവിശ്വാസികളായിരുന്നു. അവിടെ ഒരു വിനോദസഞ്ചാരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, തൻ്റെ കുതിരപ്പുറത്ത് വന്ന, സവാരി ചെയ്ത് വന്ന ഒരു വിനോദസഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി ഹുസൈൻ ഷാ, ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര ധീരമായിട്ടാണ് ഭീകരവാദികളോട് ഏറ്റുമുട്ടിയത്. ഒരു ഭീകരവാദിയുടെ തോക്ക് പിടിച്ചു വാങ്ങുന്നതിനിടയിലാണ് മറ്റൊരു ഭീകരവാദിയുടെ വെടിയേറ്റ് വീണ് ആദിൽ ഹുസൈൻ ഷാ മരണമടഞ്ഞത്. നമ്മൾ കണ്ടില്ലേ
ഇടപ്പള്ളിയിലെ ഈ വിനോദസഞ്ചാര മേഖലയിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു പോയ രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞത് എന്താണ്? ആ പെൺകുട്ടി പറഞ്ഞത്, ഈ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഇരുപുറവും നിന്ന് ഇടവും വലവും നിന്ന് കാത്തത് 2 മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു. അവർ എനിക്ക് കിട്ടിയ സഹോദരന്മാരാണെന്നാണ് പറഞ്ഞത്. ആദിൽ ഹുസൈൻ ഷായെ പോലുള്ള ആളുകൾ കാണിച്ച ധീരതയാണ് ഭീകരവാദികളെ അവിടെ പൂർണ്ണമായും അവിടെയുള്ള മനുഷ്യരെ കൊല്ലാൻ കഴിയാതെ അവസ്ഥയുണ്ടാക്കിയത്. അതിശക്തമായ പ്രതിരോധമുണ്ട്. അതിനെന്താണ്? അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കാശ്മീരിൻ്റെ ചരിത്രം, കാശ്മീരി മുസ്ലിങ്ങളുടെ ചരിത്രം ഇതാണ്. പഷ്തൂൺ ഗോത്ര മിലിറ്റന്റുകളെ നയിച്ചുകൊണ്ട് ശ്രീനഗറിൽ വന്ന് അവിടെ പാകിസ്ഥാന്റെ പതാക ഉയർത്തി പാകിസ്ഥാന്റെ ഭാഗമാക്കി കാശ്മീരിനെ പ്രഖ്യാപിക്കാനാണ് 1947 ഗോത്ര മിലിറ്റന്റുകൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവരെ ബാരാമുല്ലയിൽ നിന്ന് വഴിതെറ്റിച്ച് ശ്രീനഗറിലേക്ക് എത്താൻ സമയം വൈകിപ്പിച്ച ഒരു ധീരനായ കാശ്മീരി യുവാവുണ്ട്, മുഹമ്മദ് മക്ബൂൽ ഷർവാനി. കാശ്മീരിന്റെ ചരിത്രത്തിലെ, കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാനുള്ള മഹത്തായ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയന്റെ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ കൃത്യം ചെയ്ത യുവാവാണ് മുഹമ്മദ് മക്ബൂൽ ഷർവാനി. എന്താ ഷർവാനി ചെയ്തത്? ബാരമുല്ല വനപ്രദേശത്ത് നിന്ന് ശ്രീനഗറിലേക്ക് വരുന്ന വഴിയിൽ എന്താണ് ഈ ഗോത്ര മിലിറ്റന്റുകളെ, പഷ്തൂൺ ഗോത്ര സേനയെ അദ്ദേഹം വഴിതിരിച്ചു. പല ഭാഗത്തൂടെ വട്ടം ചുറ്റിച്ചു. ഏതുവരെ? ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇന്ത്യൻ സേന എത്തുന്ന സമയം വരെ. പക്ഷെ ഇത് മനസ്സിലാക്കിയ പഷ്തൂൺ ഗോത്രസേന നേതാക്കൾ ഈ ചെറുപ്പക്കാരനെ പിടിച്ച് ഭീകരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി പരസ്യമായി പലകയിൽ ആണി കൊണ്ടടിച്ച് പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ 14 വെടിയുണ്ടകളാണ് ഈ ഭീകരർ അയച്ചത്. 3 ദിവസം മുഹമ്മദ് മക്ബൂൽ ഷർവാനിയുടെ ശവം ശ്രീനഗറിലെ തെരുവുകളിൽ തൂങ്ങിക്കിടന്നു, ബാരാമുല്ലയിലെ തെരുവുകളിൽ തൂങ്ങിക്കിടന്നു. ഇന്ത്യൻ സൈന്യം എത്തിയതിനു ശേഷമാണ് ഈ ഗോത്ര മിലിറ്റന്റുകളെ അടിച്ചോടിച്ചതിന് ശേഷം, അവരെ കീഴടക്കിയതിനു ശേഷം ബാരാമുല്ല ഇദ്ദേഹത്തിൻ്റെ ഇവിടെ പലകയിൽ അടിച്ച് പ്രദർശിപ്പിച്ചിരുന്ന മൃതദേഹം എല്ലാവിധ ബഹുമതികളോടും കൂടി എടുത്ത് സംസ്കരിച്ചത്. മുസ്ലിങ്ങളാണ് ഭീകരവാദികളെന്നൊക്കെ പറയുന്ന, കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കുന്ന മുസ്ലിങ്ങളാണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന മാന്യന്മാർ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ കൂടെ, ഇന്ത്യയുടെ ഭാഗമാക്കി കാശ്മീരിനെ നിർത്താൻ വേണ്ടി രക്തസാക്ഷികളായ ധീരമായ പോരാട്ടത്തിൻ്റെ പേര് കൂടിയാണ് കാശ്മീർ മുസ്ലിം എന്നത്. ദോഗ്ര രാജാവായ നരസിംഹനും RSSന്റെ പാർട്ടിയായ പ്രജാപരിഷത്തും ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് പറഞ്ഞ് വാദിച്ച കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒപ്പമോ ഇന്ത്യ നരസിംഹ രാജാവിൻ്റെ സ്വതന്ത്ര രാജ്യവുമായല്ല കാശ്മീർ നിൽക്കുക, ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കാശ്മീർ നിൽക്കുക. കാശ്മീർ ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ സമ്മതിക്കില്ല. കാശ്മീരിനെ ഒരു കാരണവശാലും നരസിംഹ രാജാവിൻ്റെ സ്വതന്ത്ര രാജ്യമാക്കാനും സമ്മതിക്കില്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, ഇൻ്റഗ്രേറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ഈ കാഴ്ചപ്പാടിൽ നിന്ന് കാശ്മീരി ജനതയെ നയിച്ച ധീരോദാത്തമായ ദേശാഭിമാന ചരിത്രം, അതാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെയും അതേപോലെ തന്നെ അവിടുത്തെ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെയും ചരിത്രം. ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് ഈ ഭീകരവാദികളെ പ്രതിരോധിക്കുന്നതിൽ വിനോദസഞ്ചാരികളായ നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുന്ന ഭീകരവാദികളെ നേരിട്ട് വെടിയുണ്ടേറ്റുവാങ്ങി സ്വയം നിലം പതിച്ചു പോയ ആദിൽ ഹുസൈൻ ഷായെ പോലുള്ള ചെറുപ്പക്കാർ. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് അവർ. അതുകൊണ്ട് അവരുടെ ദീപ്തമായ സ്മരണകൾ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. അവർക്ക് മുമ്പിൽ നമുക്ക് തലകുനിക്കാം. ഇന്ത്യയെ തകർക്കുന്ന പാകിസ്ഥാൻ്റെ അജണ്ട, അതിന് പിറകിലുള്ള ഇന്ത്യയെ ബാൾക്കനൈസ് ചെയ്യുക, അസ്ഥിരീകരിക്കുക എന്ന സാമ്പ്രായത്വ അജണ്ട, ആ അജണ്ടയുടെ ആസൂത്രണത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭീകരവാദ സംഘങ്ങളെയും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാം, തോൽപ്പിക്കാം. ഭീകരവാദത്തിനെതിരായിട്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കൂറ മനുഷ്യരെ തോക്കുകൊണ്ടല്ല, ആശയങ്ങൾ കൊണ്ടാണ് മനുഷ്യർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ടത്. അതാണ് രാഷ്ട്രീയം. പക്ഷെ ടെററിസം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനം
അറിയാത്ത ഭീരുക്കളുടെ രാഷ്ട്രീയമാണ് ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ കാശ്മീരിനെ തോൽപ്പിക്കാൻ യൂസഫ് തരിഗാമി പറഞ്ഞതുപോലെ ഞങ്ങളെ തോൽപ്പിക്കാൻ നാണം കെട്ട ഭീരുക്കളായ ഈ ഭീകരവാദികൾക്ക് കഴിയില്ല. എത്രയോ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ജനത പൈസരൻവാലിയിൽ കഴിഞ്ഞ ഏപ്രിൽ 22 ഈ സംഭവത്തെയും മറികടക്കും. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്നവർ ഈ രാജ്യത്തോട് വിശദീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറി വെടിയുതിർക്കാൻ സൗകര്യമുണ്ടായത്. നമ്മുടെ സുരക്ഷാ കണ്ണികളിൽ എവിടെയാണ് വീഴ്ചയുണ്ടായത്? ആരാണ് അതിന് ഉത്തരവാദി? പുൽവാമയുടെ സംഭവം പിന്നീട് സത്യവാനിക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇത്തരം ഗൂഢാലോചനകൾ, ഇത്തരം കറുത്ത ശക്തികൾ ഈ കൂട്ടക്കൊലക്ക് പിറകിൽ ഭീകരവാദികൾക്ക് സഹായകരമായി നിലനിന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ രാജ്യത്തോട് രാജ്യം ഭരിക്കുന്നവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താൻ. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം.